നമസ്കാരം. അമ്പൂക്കാന്റെ മാനസിക നില അനുദിനം താളം തെറ്റി അത് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടത് പറയുന്നതെന്നല്ലേ, ഇപ്പോ ഈ രാജ്യത്ത് തന്നെ എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരിക്കുകയാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിനെ വേണ്ടത്ര രീതിയിൽ സ്വർണ്ണക്കടത്തിന് സഹായിക്കാത്തതിന്റെ ദേഷ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുടിയേറി 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 ഒരുതരം അഗ്നിപർവ്വതമായി അത് പൊട്ടിത്തെറിക്കാറായ അവസ്ഥയിലാണ്. അത് പൊട്ടുന്ന സന്ദർഭത്തോടു കൂടി പിന്നീട് അദ്ദേഹത്തിന് കുതിരവട്ടത്തോ അല്ലെങ്കിൽ ഇങ്ങ് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ, അതായത് ഊളംപാറയിലും മാത്രമേ ഇനി ബാക്കിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലെത്തുകയാണ്. 23-ാം തീയതി ആ പെട്ടി പൊട്ടിച്ചതിന് ശേഷം 75,000 വോട്ടിന് ജയിക്കാൻ വേണ്ടി ഇരിക്കുന്ന വ്യക്തിയാണ്. ആ റിസൾട്ട് കേൾക്കുന്നതോടെ ഇരിക്കുന്ന കസേരയോടുകൂടി മറിഞ്ഞു വീണ് പിന്നീട് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ജീവിതം കുതിരവട്ടത്തോ അല്ലെങ്കിൽ ഊളംപാറയിലോ അവസാനിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുകയാണ്. ഒരു സംശയമില്ല, എന്താണത് പറയുന്നതെന്നല്ലേ. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ഈ ഏറ്റവും ലേറ്റസ്റ്റ്, ഇപ്പോ എന്ത് പറഞ്ഞാലും വാർത്തയാണല്ലോ. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനം വരെ എങ്ങനെയെങ്കിലും നിലമ്പൂർ വാർത്ത തള്ളി തള്ളി മാപ്രകൾക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് എന്ത് അമ്പൂക്ക പറഞ്ഞാലും അതിനെയെല്ലാം അതേപടി നാട്ടുകാരെ കേൾപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നിപ്പോ ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അത് പിണറായി വിജയന്റെ കുറ്റമാണ്. ഇന്നൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. വാൾപ്പാറയിൽ 4 വയസ്സായ ഒരു കുട്ടിയെ പുലി പിടിച്ചൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. അതിന്റെ ഉത്തരവാദി പിണറായിയാണ്. എന്താണ് അതിലെ തമാശ എന്നല്ലേ. വാൾപ്പാറ തമിഴ്നാട്ടിലാണ്. പ്രതികരണം കേട്ടെ. പണം 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 ഒരു പണം കൊണ്ട് എന്താ പറയാ. ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇന്ന് രാവിലത്തെ ഞാൻ ഇപ്പോൾ വായിച്ചുള്ളൂ, ഫ്രണ്ട് പേജിലെ വാർത്ത 4 വയസ്സുള്ള ഒരു കുട്ടിയെ, വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ്, തമിഴ്നാടിന്റെ എസ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ്. കേരളം തന്നെ വേണമെങ്കിൽ പറയാം. 4 വയസ്സുള്ള കുട്ടിയെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുമ്പിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം 4:30 മണിക്ക് പെട്ടെന്ന് ചാടി വീണ പുലി എടുത്തുകൊണ്ടുപോയി. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അങ്ങോട്ടാ കൊണ്ടുപോയത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ്. കേരളം തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു. പണം 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 ഒരു പണം കൊണ്ട് എന്താ പറയാ. കേട്ടില്ലേ? അതും പിണറായി തന്നെ, ഒരു സംശയമില്ല, പിണറായി കാരണമാണ്. വാൽപ്പാറ എന്ന സ്ഥലത്ത്, അത് ഇടുക്കി ജില്ല കഴിഞ്ഞ് അതിർത്തി കഴിഞ്ഞതിന് ശേഷം എത്തുന്ന തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ്. അതെ, മാപ്പ് നിങ്ങൾ നോക്കിയേ. അത് നമ്മൾ വാൽപ്പാറ എന്ന് സെർച്ച് ചെയ്താൽ അപ്പോൾ തന്നെ കാണിക്കുന്നു എ ടൗൺ ഇൻ തമിഴ്നാട് എന്നുള്ള കാര്യം. അതിന്റെ മാപ്പ് നോക്കുമ്പോൾ തമിഴിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു നാട്ടിൽ ഒരു പുലി ഇറങ്ങി ഒരു അച്ഛനും അമ്മയോടൊപ്പം പോയ കൊച്ചിനെ പിടിച്ചു. ആരാണ് ഉത്തരവാദി? പിണറായി വിജയൻ. പിന്നെ അല്ലാതെ ആരാണ്? ഈ രാജ്യത്ത് എന്ത് നടന്നാലും പിണറായി തന്നെയാണ് കുറ്റക്കാരൻ. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ നാട്ടിലെ മാപ്രകളും കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്ന് എത്തിച്ച ഒരു അവസ്ഥയിലാണ്. എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം കൂടി ഈ അവസാന മണിക്കൂറുകളിൽ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി പിണറായി വിജയനെതിരെ അദ്ദേഹം എന്തും പറയാം. ആ ഒരു അവസ്ഥയിലേക്കും മാനസിക നിലയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ നിലമ്പൂരിലെ സിംഗമാണ് എന്ന് കരുതിയിരുന്ന അദ്ദേഹത്തെ കുഴിമന്തിയാക്കാൻ പോകുന്നു എന്നുള്ളതാണ് പെട്ടി പൊട്ടിക്കുമ്പോൾ പുറത്തു വരാൻ പോകുന്ന ഒരു അവസ്ഥ. അതായത് ഈ കുഴിമന്തി ഉണ്ടാക്കുന്നത്, നമ്മുടെ ദം അടിക്കുന്നത് എങ്ങനെയാണ്? ഈ ചിക്കനും കൂടി ഇട്ടാണ്. അതുപോലെ ഒരു കുഴിമന്തിയാക്കി കേരളത്തിലെ മാപ്രകളെല്ലാം കൂടി പെട്ടിക്കകത്താക്കി വെച്ചിരിക്കുകയാണ്. ആ ദം അങ്ങോട്ട് തുറക്കുന്നതോടുകൂടി ഈ പറയുന്ന അവരുടെ ഇപ്പോഴത്തെ ഒരു വലിയ നേതാവ് ഗതി കിട്ടാതെ നിലമ്പൂർ കാടുകളിലൂടെ ആ പുലിയോടൊപ്പം ഒക്കെ അലയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്തായാലും ഒരു വ്യക്തിക്കുണ്ടായിരിക്കുന്ന മാനസികമായിട്ടുള്ള അവസ്ഥ അത് നമ്മൾ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ലാത്തതാണ്. അത് മനസ്സിലാക്കിയതിനു ശേഷം കൂടെ നിൽക്കുന്നവരെങ്കിലും ഇപ്പൊ കൊണ്ടുപോയി ചികിത്സിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ റിസൾട്ടിന്റെ പെട്ടി തുറന്ന് ആദ്യത്തെ ബ്രേക്കിംഗ് ഒക്കെ വരുമ്പോ ഒരു പക്ഷെ 3-ാം സ്ഥാനത്ത് 4-ാം സ്ഥാനത്തേക്ക് ചിലപ്പോൾ നോട്ടേറെ താഴെങ്ങാനും പോയണമെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. കുറ്റം പറഞ്ഞ് ഈ അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോ എങ്ങനെയും പിണറായി വിജയനെ തകർക്കണമെന്ന ആഗ്രഹം കൊണ്ട് കേരളത്തിൽ മാനസിക നില താളം തെറ്റിയ ഒരു വ്യക്തിയായിട്ട് അടയാളപ്പെടുത്താൻ പോകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വാൽപ്പാറയിൽ നടന്നൊരു സംഭവത്തോ അല്ലെങ്കിൽ ഇനിയിപ്പോ UP-യിലോ ഗുജറാത്തിലോ നടന്നാലും പോലും, അല്ലെങ്കിൽ കർണാടകയിൽ നടന്നാലും ഉത്തരവാദി പിണറായി വിജയൻ മാത്രമാണെന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, വാൽപ്പാറ തമിഴ്നാട്ടിലല്ലേ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാതെ ആ ചോദ്യത്തെ ആ മറുപടിയോടൊപ്പം നിശബ്ദമായി ഇരുന്ന് കൊടുക്കുന്ന വ്യക്തികളെ കൂടി നിങ്ങൾ കാണേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചില അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങി പോകേണ്ട സന്ദർഭം വരുമ്പോൾ മാനസികമായി ചിത്തഭ്രമം സംഭവിച്ചു പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നേരിട്ട് കാണാനുള്ള ഒരു അവസരവും ഒരു അവസ്ഥയും കൂടിയാണ് ആ മറുപടി എന്ന് പറയേണ്ടി വരികയാണ്. പണം 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 ഒരു പണം കൊണ്ട് എന്താ പറയാ.
ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇന്ന് രാവിലത്തെ ഞാൻ ഇപ്പോൾ വായിച്ചുള്ളൂ. ഫ്രണ്ട് പേജിലെ വാർത്ത 4 വയസ്സുള്ള ഒരു കുട്ടിയെ, വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ്, തമിഴ്നാടിന്റെ. എസ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ്. കേരളം തന്നെ വേണമെങ്കിൽ പറയാം. 4 വയസ്സുള്ള കുട്ടിയെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുമ്പിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം 4:30 മണിക്ക് പെട്ടെന്ന് ചാടി വീണ പുലി എടുത്തുകൊണ്ടുപോയി. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അങ്ങോട്ടാ കൊണ്ടുപോയത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ്. കേരളം തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു. പണം 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 ഒരു പണം കൊണ്ട് എന്താ പറയാ